സിപിഎമ്മിന്റെ മനംമാറ്റത്തിന്റെയും നയംമാറ്റത്തിന്റെയും പിന്നിൽ ഏത് വിധേനയും മൂന്നാം തവണയും ഭരണം നേടുകയാണെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ. കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിന്റെ സഹായത്തോടെ നവകേരളം സൃഷ്ടിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്നും എം ഹസൻ. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. 130 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പേരാമംഗലത്ത് പിടിയിൽ. ചാവക്കാട് MDMAയുമായി 2 പേർ പിടിയിൽ. ക്രൈസ്തവ സമുദായത്തെ രണ്ടാക്കി വിഭജിച്ച് നശിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രൈസ്തവ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസ പ്രതിസന്ധിയാണെന്നും മാർ താഴത്ത്. കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നു. പൊരിവെയിലിൽ മണിക്കൂറുകളോളം വിയർത്തൊലിച്ച് വാഹനയാത്രികർ ദുരിതത്തിൽ. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി തൃശൂരിൽ റാലി സംഘടിപ്പിച്ചു. ആശാവർക്കർമാർ നടത്തുന്ന ന്യായമായ സമരത്തെ സർക്കാർ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി COA രംഗത്ത്. ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമര പരമ്പര നടത്തും. 13-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ KSEB ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കും. പാലപ്പിള്ളി കുണ്ടായിയിൽ ഒറ്റയാനിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. കുണ്ടായി ഇരുമ്പുപാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാന ഇറങ്ങിയത്. വാർത്തകൾ വിശദമായി. സിപിഎമ്മിന്റെ മനംമാറ്റത്തിന്റെയും നയംമാറ്റത്തിന്റെയും പിന്നിൽ ഏത് വിധേനയും മൂന്നാം തവണയും ഭരണം നേടുകയാണെന്ന് UDF കൺവീനർ എം ഹസൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന UDF നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPMന്റെ അടവ് നയത്തിന്റെ ഭാഗമായിരുന്നു BJPയുമായുള്ള അന്തർധാര. ഇക്കുറിയത് ഒരു വശത്ത് കോർപ്പറേറ്റ് മൂലധന ശക്തികളും മറുവശത്ത് BJPയുടെ പരോക്ഷ പിന്തുണ തേടലുമാണ്. തുടർഭരണം ലഭിച്ചാൽ മാർക്സിസ്റ്റ് സഖാക്കൾക്ക് അഴിമതി നടത്താനും സ്വത്ത് സമ്പാദനവും കാശുണ്ടാക്കാനും ഒപ്പം ജോലിയില്ലാത്ത DYFIക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തി ജോലി നേടാനുമുള്ള അവസരമാണെന്നാണ് പാർട്ടി സെക്രട്ടറി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലൂടെ പറയുന്നതെന്നും ഹസൻ കുറ്റപ്പെടുത്തി. എന്നാൽ ജനം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും ഈ മികച്ച സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും അടുത്ത തവണ UDF ഭരണത്തിലെത്തണം, അതിന് എന്ത് വില കൊടുത്തുള്ള പ്രവർത്തനം നടത്തണമെന്നും ഹസൻ പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ UDF ജില്ലാ ചെയർമാനായി മുൻ MLA TV ചന്ദ്രമോഹൻ ചുമതലയേറ്റു. മുൻ MLAമാരായ PA മാധവൻ, MP വിൻസെന്റ്, മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉൾപ്പെടെയുള്ള മുന്നണി പാർട്ടി നേതാക്കളും പങ്കെടുത്തു. TCV തൃശൂർ. കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിന്റെ സഹായത്തോടുകൂടി നവകേരളം സൃഷ്ടിക്കാനാണ് കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിലൂടെ പ്രഖ്യാപിച്ചതെന്ന് UDF സംസ്ഥാന കൺവീനർ എം ഹസൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഇതുവരെ ഫാസിസം വന്നിട്ടില്ലെന്നും മോദി ഗവൺമെന്റ് നവഫാസിസ്റ്റാണെന്നുമാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. നവകേരളത്തിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ പുതിയ ആഹ്വാനവും നവഫാസിസത്തെക്കുറിച്ചുള്ള പ്രകാശ് കാരാട്ടിൻ്റെ പ്രഖ്യാപനവും മൂന്നാം വട്ടവും ഭരണം നേടിയെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു വശത്ത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ സഹായവും മറുവശത്ത് നവഫാസിസത്തിൻ്റെ ആശീർവാദവും തേടി മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള പുറപ്പാടാണിത്. അപ്പോൾ ഒരു വശത്ത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ സഹായവും മറുവശത്ത് നവഫാസിസ്റ്റ് സർക്കാരിൻ്റെ നവഫാസിസത്തിൻ്റെ ആശീർവാദവും തേടി മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള പുറപ്പാടിനുള്ള ഒരു യഥാർത്ഥമായ അടവ് നയമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസവും വർഗസമരവുമെല്ലാം ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ ചിന്താഗതിയോടുകൂടിയുള്ള ഒരു നയം അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കേരളം വ്യവസായ രംഗത്തും മറ്റ് രംഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഹസൻ അഭിപ്രായപ്പെട്ടു. അഴിമതിയും അക്രമവും തികഞ്ഞ വലതുപക്ഷ പിന്തിരിപ്പൻ യാഥാസ്ഥിതിക ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഭരണമാണ് പിണറായിയുടെ മൂന്നാം ഭരണമെന്ന ആശയത്തിലുള്ളതെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ഹസൻ പറഞ്ഞു. വനിതകളുടെ അവകാശം സംരക്ഷിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകമെങ്ങും വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ ഭരണത്തിലിരിക്കുമ്പോൾ അധികാരധാർഷ്ട്യത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെ കുത്തക അവകാശത്തിൻ്റെയും പേരിൽ തലസ്ഥാന നഗരിയിൽ 26 ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും
ഹസൻ കുറ്റപ്പെടുത്തി. ആശാ വർക്കർമാർ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും ചുട്ടുപൊള്ളുന്ന വെയിലിലും ഈ 26 ദിവസം അവർ സമരം ചെയ്യുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു പാർട്ടി ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ അവർ അധികാരധാർഷ്ട്യത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെ കുത്തകാവകാശത്തിൻ്റെയും പേരിൽ ആശാ വർക്കർമാരുടെ സമരത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. TCV തൃശൂർ. 130 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിലായി. ആസാം സ്വദേശി ദിൽദൂർ ഹുസൈനെയാണ് പേരാമംഗലം പോലീസും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാനാണ് ബ്രൌൺ ഷുഗർ എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി പേരാണ് കഞ്ചാവും മയക്കുമരുന്നുമായി പോലീസ് പിടിയിലാകുന്നത്. MDMAയുമായി 2 പേരെ ചാവക്കാട് എക്സൈസ് പിടികൂടി. ചാവക്കാട് കാരക്കാട് സ്വദേശി കാരയിൽ വീട്ടിൽ ഗോവിന്ദ്, പുന്ന സ്വദേശി കറുപ്പം വീട്ടിൽ സയ്യിദ് അക്ബർ എന്നിവരാണ് പിടിയിലായത്. ഗോവിന്ദനിൽ നിന്ന് 1.101 ഗ്രാം, സയ്യിദ് അക്ബറിന്റെ പക്കൽ നിന്ന് 3.253 ഗ്രാം MDMAയും കണ്ടെടുത്തു. പ്രിവന്റീവ് ഓഫീസർമാരായ CK ബാഷ്പജൻ, TR സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KN ബിജു, A ജോസഫ്, S ശ്യാം തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. മങ്ങാട് നിന്ന് 6 ലിറ്റർ വിദേശ മദ്യവുമായി പട്ടിത്തടം സ്വദേശിയെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു. പൂവത്തൂർ വീട്ടിൽ സത്യനെയാണ് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ K സുനിൽകുമാർ, MA സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CK റാഫി, KR ശ്രീരാഗ, KU ജിതിൻ, V ഗണേശൻ പിള്ള തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ലഹരിക്കെതിരെ കയ്പമംഗലത്ത് ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നു. മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ, സർക്കാർ സംവിധാനങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക കലാകായിക സംഘടനകൾ, വിമുക്തി, യോദ്ധാവ്, സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ച് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. മയക്കുമരുന്നിന്റെ വിതരണം, ഉറവിടം എന്നിവ കണ്ടെത്താനും ഇതിൽ ഉൾപ്പെടുന്നവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളടക്കം ഇതിന്റെ ഇരകളായവരെ മോചിപ്പിക്കാനും പ്രത്യേക പദ്ധതികൾ. കൂടാതെ മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും മാർച്ച് മാസത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും ചെയ്യും. MES അസ്മാബി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ അഖിൽ V മേനോൻ, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ AT ജോബി, DYSP VK രാജു തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കൊന്നും ഇമ്പോസിബിൾ അല്ല. ഇതും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ഈ ദുരന്തത്തെ നേരിടാനായിട്ട് നമുക്ക് ക്രൈസ്തവ സമുദായത്തെ രണ്ടാക്കി വിഭജിച്ച് നശിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രൈസ്തവ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസ പ്രതിസന്ധിയാണെന്നും മാർ താഴത്ത്. തൃശൂർ മെട്രോപൊളിറ്റൻ പ്രൊവിൻസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാസ്റ്ററൽ കൗൺസിൽ സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒട്ടേറെ വെല്ലുവിളികളാണ് സമുദായം നേരിടുന്നത്. സമുദായ ശാക്തീകരണം അനിവാര്യമാണ്. ആരാധനാക്രമത്തിന്റെ പേരിൽ നടക്കുന്ന സമരത്തിന് പിന്നിൽ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്നും സംശയിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ സമുദായത്തെ വിഭജിച്ച് രണ്ടാക്കി നശിപ്പിക്കുക. വിഭജിക്കാൻ എങ്ങനെ? ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാണുന്ന ആരാധനാക്രമത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇതിൽ കാണുന്ന സമരത്തിന്റെ പിന്നിൽ നമ്മുടെ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് രണ്ടു കൂട്ടരെയും ഒരുമിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മെ തല്ലിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കട്ടെ. സമുദായ അവബോധമില്ലാത്തതും വിശ്വാസത്തിൽ നിന്ന് യുവാക്കൾ അകലുന്നതും വലിയ പ്രതിസന്ധിയാണ്. അതിവേഗം അന്യം നിന്നു പോകുന്ന സമുദായങ്ങളിലൊന്നായി ക്രൈസ്തവ സമുദായം മാറിയെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. ഒന്നാമത്തെ വെല്ലുവിളി സമുദായ അവബോധമില്ലാത്ത സമുദായം എന്നത് നമ്മളാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി അത് വിശ്വാസ പ്രതിസന്ധിയാണ്. ഇന്നത്തെ യുവജനങ്ങൾ പള്ളി പോകുന്നില്ല. തൃശൂർ DBCLC ഹാളിൽ നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. സമുദായത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ വിഷയങ്ങളിൽ റിട്ടയർഡ് ജസ്റ്റിസ് അബ്രഹാം മാത്യു, ജോയിസ് മേരി എന്നിവർ ക്ലാസുകൾ നടത്തി. രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്, പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, തൃശൂർ അതിരൂപതാ സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ഡോക്ടർ സിസ്റ്റർ നമിത എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ.
കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് നടക്കുന്നതിനാൽ തൃശൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നു. പൊരിവെയിലിൽ മണിക്കൂറുകളോളം വിയർത്തൊലിച്ച് വാഹനയാത്രികർ ദുരിതത്തിൽ. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെങ്കിലും തൃശൂർ നഗരത്തിലേക്ക് എത്തുന്ന വാഹനയാത്രക്കാരാണ് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ പെടുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ പല ഭാഗത്തും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില സമയങ്ങളിൽ കിലോമീറ്ററുകളോളമാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. കൊക്കാല, KSRTC, റെയിൽവേ സ്റ്റേഷൻ, ദിവാഞ്ചിമൂല ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നത്. രാവിലെയും വൈകിട്ടുമാണ് ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത്. വൺ വേ സംവിധാനമായിരുന്ന ഇവിടങ്ങളിലെല്ലാം ഇരുവശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെയാണ് ഗതാഗത പ്രശ്നം രൂക്ഷമായത്. കുരുക്ക് മൂലം KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും ചില സമയങ്ങളിൽ കാത്തുകിടക്കേണ്ടതായി വരുന്നതും കുരുക്കിന് കാരണമാകുന്നു. കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ അവസാനഘട്ടത്തിലേക്ക് എത്തിയെങ്കിലും കോൺക്രീറ്റിംഗ് ഉറയ്ക്കാൻ സമയമെടുക്കും എന്നതിനാൽ റോഡ് തുറന്നു നൽകാൻ ഇനിയും വൈകും. അതുവരെയും ജനങ്ങൾ കുരുക്കിൽ കിടന്ന് ദുരിതമനുഭവിക്കേണ്ട സാഹചര്യമാണ്. ന്യൂസ് ഡെസ്ക് TCV. ആശാവർക്കർമാർ നടത്തുന്ന ന്യായമായ സമരത്തെ സർക്കാർ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അധികാരത്തിന്റെ ഹുങ്ക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത സ്ത്രീകൾക്കെതിരായി വെല്ലുവിളി നടത്തുകയാണ്. ജനാധിപത്യ രീതിയിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ അവരെ തേജോവധം ചെയ്യാനാണ് സർക്കാരും CITU നേതാക്കളും ശ്രമിക്കുന്നതെന്ന് AN രാധാകൃഷ്ണൻ പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന യോഗത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് EP ജാൻസി, കോർപ്പറേഷൻ കൌൺസിലർ ഡോക്ടർ V ആതിര തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡിന്റെ സമയത്ത് ഇവർ ആശാവർക്കർമാരോട് കാണിക്കുന്ന അനീതി കണ്ടു നിൽക്കുവാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. 24 കുറഞ്ഞത് ഇവിടെയുള്ള LDF സർക്കാരുടെ KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി COA രംഗത്ത്. ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപരമ്പര. 13-ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലെ KSEB ഓഫീസുകൾക്ക് മുന്നിലും സമരം. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേബിൾ TV മേഖലയിൽ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളുടെ ഭാഗമായാണ് COAയുടെ സമരപ്രഖ്യാപനം. KSEB പോസ്റ്റുകളിലൂടെ വലിക്കുന്ന കേബിളുകൾക്ക് അധിക നികുതി ഈടാക്കുന്നതിനെതിരെ 2021 സംഘടന സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരക്ക് കുറച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും ടെലികോം മേഖലയിലുള്ള കുത്തക കമ്പനികൾക്ക് സഹായകമാകും വിധം കേബിൾ TV ഓപ്പറേറ്റർമാരിൽ നിന്ന് അധിക തുക ഈടാക്കി അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ കുറച്ച പോസ്റ്റ് വാടകയുടെ ഗുണം ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിരക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ നടത്തിവരുന്നതെന്നും കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന ഈ നടപടിക്കെതിരെയാണ് ഈ മാസം 13-ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ KSEB ഓഫീസുകൾക്ക് മുൻപിലും 17 മുതൽ 21 വരെ 5 ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിലും സമര പരമ്പര നടത്തുന്നതെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേബിൾ TV മേഖലയിൽ ഇലക്ട്രിക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. KSEB പോസ്റ്റിലൂടെ വലിക്കുന്ന കേബിളുകൾക്ക് അധിക നിരക്ക് ഈടാക്കിക്കൊണ്ട് വൻകിട ടെലികോം മേഖലയിലുള്ള പ്രൊവൈഡർമാർക്ക് മൊബൈൽ സേവനം കൊടുക്കുന്നതിന് ഉള്ള അധിക തുകയാണ് കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ഈടാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ KSEB ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു പോസ്റ്റിൽ കൂടി ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അധിക നിരക്ക് കൂടി ഈടാക്കാനാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരുപാട് നിവേദനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ കൊടുത്തുവെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരോടും ഈ മേഖലയോടും സർക്കാർ കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും കേബിളുകൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള നീക്കങ്ങളിൽ നിന്ന് KSEB പിന്മാറണമെന്നും COA ആവശ്യപ്പെട്ടു. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചുരുങ്ങിയ നിരക്കിൽ ടെലിവിഷനും ഇന്റർനെറ്റും ഇന്ന് ലഭ്യമാകുന്നത് കേബിൾ TV ഉള്ളതുകൊണ്ടാണെന്നും എന്നാൽ അതിന് സാധ്യമാകാത്ത അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനൻ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് ഇതുവഴി നഷ്ടമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടിവിക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് KSEB ചെറുകിട കേബിൾ TV മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത്. അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ്. അപ്പോൾ ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ TV മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല, ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല, ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് നഷ്ടമാവുന്നത്. TCV ന്യൂസ്, തൃശൂർ. പാലപ്പിള്ളി കുണ്ടായിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്താൻ കാട്ടുകൊമ്പൻ വീണ്ടും എത്തി. കുണ്ടായി ഇരുമ്പ് പാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാനയെത്തി ഭീതി പരത്തിയത്. പാടികൾക്ക് സമീപത്തിറങ്ങിയ ആന തൊഴിലാളികളുടെ വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട കൊമ്പൻ പാടികളിലെത്തിയത്. വാഴകൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ആളുകൾ പാട്ടുകൊട്ടിയും ഒച്ചവെച്ചും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 2 മണിക്കൂറിലേറെ കഴിഞ്ഞാണ് ആന തോട്ടത്തിലേക്ക് കയറിയത്. കഴിഞ്ഞ ദിവസം ചൊക്കനയിലും കൊമ്പനെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. കുണ്ടായി ചൊക്കന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ആനക്കൂട്ടം തമ്പടിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. കാലിന് പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ട് വെറ്റിലപ്പാറ 13-ലെത്തിയ ആന കൂടുതൽ വേഗതയിൽ നടക്കുകയും ആവശ്യത്തിന് തീറ്റയെടുക്കുകയും ചെയ്തു. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഡോക്ടർ റെജിനും സംഘവും ആനയെ നിരീക്ഷിക്കാൻ എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പുഴയുടെ മറുകരയിലെ പ്ലാന്റേഷൻ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നിലവിലെ സാഹചര്യത്തിൽ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നത് തൽക്കാലം ഉണ്ടാകില്ല. വെറ്റിനറി ഓഫീസർമാരുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിടുകയുള്ളൂ. ഡോക്ടർമാരുടെ നിരീക്ഷണം ഞായറാഴ്ചയും തുടരും. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച എടത്തിരുത്തി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാണൻ എന്ന് വിളിക്കുന്ന ജിനേഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഉത്തരവ് നിലനിൽക്കെ തൃപ്രയാർ ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് അടിപിടി കേസിൽ ഉൾപ്പെട്ട് കാപ്പ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ജിനേഷിനെ അറസ്റ്റ് ചെയ്തത്. വലപ്പാട് ഇൻസ്പെക്ടർ AK രമേശ്, സബ് ഇൻസ്പെക്ടർ ഉണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുബി സെബാസ്റ്റ്യൻ, സോഷി എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പിള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി കലവറക്കുന്ന് സ്വദേശി വെട്ടിയാട്ടിൽ വീട്ടിൽ ജയദേവ് കൃഷ്ണനാണ് അറസ്റ്റിലായത്. വേലൂപ്പാടം കിണർ സ്വദേശി പുന്നക്കര വീട്ടിൽ അനീഷിനാണ് പരിക്കേറ്റത്. വയറിലും കൈകളിലും ഗുരുതരമായി പരിക്കേറ്റ അനീഷ് കോഴിക്കോടുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 28-ന് രാത്രിയിലായിരുന്നു സംഭവം. ജയദേവകൃഷ്ണനുമായുള്ള ശത്രുതയുള്ള ഒരാളുമായി അനീഷ് സൌഹൃദത്തിലായതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതി കലവറക്കുന്നിലെത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അലി, സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, സമിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളെ ലഹരിയുടെയും അക്രമത്തിന്റെയും പാതയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ജവഹർ ബാലഭവനിൽ വിവിധ മേഖലയിലുള്ള വിദഗ്ധരുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. സമൂഹവും വിദ്യാർത്ഥികളും നേരിടുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാരണം കണ്ടെത്തി പരിഹാരം കാണുന്നതിനായി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പ്രമുഖ വ്യക്തികൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരി ശ്രീദേവി അമ്പലപുരം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KM ജയപ്രകാശ്, പ്രോഗ്രാം കൺവീനർ ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, പ്രൊഫസർ ഡോക്ടർ അരുൺ കരിപ്പാൽ, മാധ്യമപ്രവർത്തകരായ N ശ്രീകുമാർ, TCV ജനറൽ മാനേജർ മനോജ് കമ്മത്ത്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ ജെയിംസ് മുട്ടിക്കൽ, സംവിധായകൻ ഋഷീദ് പാറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സ്ത്രീ ജനാധിപത്യ വ്യക്തിയാണെന്നും അവളെ സംബന്ധിച്ച വാർത്തകൾക്ക് വൈകാരികതയല്ല വേണ്ടത്, അതിന് കൃത്യമായ മാനം മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്ന് സാഹിത്യകാരി സാറ ജോസഫ്.
അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജെൻഡർ സെൻസിറ്റിവിറ്റി ഇൻ മീഡിയ എന്ന വിഷയത്തിൽ തൃശൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാനൽ ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാറ ജോസഫ്. ഇന്നത്തെ സമൂഹത്തിൽ ഓരോ സ്ത്രീയും പോരാളികളാണ്. നിലനിൽക്കാൻ വേണ്ടി, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ രാഷ്ട്രീയ സാമൂഹികമായ തുല്യതയ്ക്ക് വേണ്ടി, ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ജനാധിപത്യപരമായ തുല്യതയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. ആ സ്ത്രീയെ പറ്റി ഒരു വാർത്ത എഴുതുമ്പോൾ വൈകാരിക കുഴമ്പായിട്ട് അത് എഴുതാൻ പാടില്ല, പറ്റില്ല, ചെയ്യരുത്. അങ്ങനെ ഒരു സ്ത്രീയെ പറ്റി എഴുതുമ്പോൾ സാധാരണ രീതിയിൽ കണ്ടെത്തേണ്ട ഒരു ഭാഷ ഇപ്പോഴും മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സമൂഹത്തിലെ ഓരോ സ്ത്രീയും ഓരോ പോരാളിയാണ്. സ്ത്രീകളുടെ അനുഭവങ്ങളെ ലളിതവൽക്കരിക്കുന്ന രീതി ശരിയല്ല. കുറ്റകൃത്യത്തെക്കാൾ സ്ത്രീ ശരീരത്തെ കൈകാര്യം ചെയ്യുന്ന ശരീര കേന്ദ്രീകൃതമായ മീഡിയ പ്രവർത്തനം വഴി സ്ത്രീകൾക്ക് സംഭവിക്കുന്ന വ്യക്തിത്വ നഷ്ടം തിരിച്ചറിയപ്പെടേണ്ടതുണ്ടെന്നും സാറ ജോസഫ് പറഞ്ഞു. ശരീര കേന്ദ്രിതമായിട്ടുള്ള മീഡിയ പ്രവർത്തനം സ്ത്രീകളെ ചിത്രീകരിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം പോലെ മറ്റൊന്ന് ഇമോഷണലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പുരുഷൻ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ അകപ്പെട്ടു പോയത്, അതേ സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയ സ്ത്രീയുടെ അനുഭവത്തെ ആഖ്യാനം ചെയ്യാനുള്ള ഭാഷയും അതിനോടുള്ള ആറ്റിറ്റ്യൂഡും വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ഈ അബോധപൂർവം വളരെ ഇമോഷണലായിട്ട്, വളരെ വൈകാരികമായിട്ട് സ്ത്രീയുടെ പ്രശ്നങ്ങളെ ചിത്രീകരിക്കുക വഴി ഈ വ്യക്തിത്വത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് സ്ത്രീക്ക് സംഭവിക്കുന്നുണ്ട്. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അക്ഷിത രാജ് അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി പാലക്കാട് ന്യൂസ് എഡിറ്റർ എൻ സുസ്മിത, കണക്റ്റിംഗ് കേരള എഡിറ്റർ ഇൻ ചീഫ് അനുപമ വെങ്കിടേശ്വർ, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശീതൽ ശ്യാം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ദി ഹിന്ദു സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മിനി മുരിങ്ങത്തേരി മോഡറേറ്ററായിരുന്നു. MV വിനീത, ഒ രാധിക, PR റസിയ, KV കല, PR ശ്രീദേവി, വനിതാ മാധ്യമപ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം അയ്യന്തോളിൽ നടന്നു. പി ബാലചന്ദ്രൻ MLA സമ്മേളനവും അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TN രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V വിശ്വനാഥൻ, ജില്ലാ ട്രഷറർ KN രാമചന്ദ്രൻ, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TD രാജപ്പൻ, തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഗോപാലകൃഷ്ണൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2004 പ്രഖ്യാപനത്തിലൂടെ നടപ്പാക്കിയ നിങ്ങളുടെ ക്ഷേമനിധി ബില്ലുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള രാമദാസ് ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം തൃശൂർ പ്രസ് ക്ലബിൽ നടന്നു. ചലച്ചിത്ര നിരൂപകൻ I ഷൺമുഖദാസ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് MC രാജനാരായണൻ അധ്യക്ഷത വഹിച്ചു. MT വാസുദേവൻ നായർ, ശ്യാം ബനഗൽ, P ജയചന്ദ്രൻ എന്നീ അനുസ്മരണങ്ങൾ തൃശൂരിൽ നടന്നു. സൊസൈറ്റി സെക്രട്ടറി ഇൻചാർജ് NK രാധാകൃഷ്ണൻ, ചെറിയാൻ ജോസഫ്, ഡോക്ടർ D ഷീല തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് MTയുടെ നിർമാല്യത്തിന്റെ ദേശകാലങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി അരങ്ങേറി. അതിനുവേണ്ടി വലിയൊരു എന്താ പറയുക, അതിനുവേണ്ടി ത്യാഗം സഹിച്ചിട്ടുള്ള വ്യക്തികളായിരുന്നു ഈ സൊസൈറ്റിയുടെ സംഘാടക. പുതിയ സംവിധായകരെ അവർ മുന്നോട്ട് നയിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക. യഥാർത്ഥത്തിൽ സഹകരണ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഡേവി സിലാസിന്റെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഡേവി സിലാസ് അനുസ്മരണ വേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഡേവി സിലാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണ വേദി ജനറൽ കൺവീനർ PU ചന്ദ്രശേഖരൻ, കൺവീനർ EM ശിവൻ, MS രവീന്ദ്രൻ, സന്തോഷ് നമ്പാടൻ, ജോസഫ് പൂമല തുടങ്ങിയവർ സംസാരിച്ചു. മുറ്റിച്ചൂർ ഉണ്ണിമാറി മംഗലം ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ മോഷണം, പണവും ഓട്ടുപാത്രങ്ങളും വിളക്കുകളും നഷ്ടപ്പെട്ടു. ശനിയാഴ്ച രാവിലെ ജീവനക്കാർ ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. 2 ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു. വഴിപാട് കൌണ്ടറിലെ മേശയിലെ പണവും നഷ്ടപ്പെട്ടു. അന്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം നടന്നു. ഞായറാഴ്ച നടക്കുന്ന ബ്രഹ്മകലശാഭിഷേകത്തോടെ കഴിഞ്ഞ 8 ദിവസമായി നടക്കുന്ന കലശച്ചടങ്ങുകൾക്ക് സമാപനമാകും. സഹസ്ര കലശത്തിന് മുന്നോടിയായി പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ മന്ത്രപുരസരം 975 വെള്ളിക്കുംഭങ്ങളിലും 26 സ്വർണ്ണക്കുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ചു. പരികലശപൂജ, അധിവാസഹോമം, കലശാധിവാസം എന്നിവയും തൃപ്പുകയ്ക്ക് ശേഷം സഹസ്രകലശാഭിഷേകം ചെയ്യാനുള്ള ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും തേടുന്ന പ്രാർത്ഥനാ ചടങ്ങും നടന്നു. സഹസ്രകലശ ചടങ്ങുകൾ സമാപിച്ചതിനു ശേഷം തിങ്കളാഴ്ച ഉത്സവത്തിന് കൊടിയേറും. രാവിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആനയില്ലാ ശിവേലിയും ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും നടക്കും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8000 രൂപ, പവന് 64,000 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3402 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സിപിഎമ്മിന്റെ മനം മാറ്റത്തിന്റെയും നയം മാറ്റത്തിന്റെയും പിന്നിൽ ഏതു വിധേയനെയും 3-ാം തവണയും ഭരണം നേടുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ. കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിന്റെ സഹായത്തോടെ നവകേരളം സൃഷ്ടിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും MM ഹസൻ. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. 130 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പേരാമംഗലത്ത് പോലീസ് പിടിയിൽ. ചാവക്കാട് MDMAയുമായി 2 പേർ പിടിയിൽ. ക്രൈസ്തവ സമുദായത്തെ രണ്ടാക്കി വിഭജിച്ച് നശിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രൈസ്തവ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസ പ്രതിസന്ധിയാണെന്നും മാർ താഴത്ത്. കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നു. പൊരിവെയിലിൽ മണിക്കൂറുകളോളം വിയർത്തൊലിച്ച് വാഹനയാത്രികർ ദുരിതത്തിൽ. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി തൃശൂരിൽ റാലി സംഘടിപ്പിച്ചു. ആശാവർക്കർമാർ നടത്തുന്ന ന്യായമായ സമരത്തെ സർക്കാർ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി COA രംഗത്ത്. ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപരമ്പര നടത്തും. 13-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ KSEB ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കും. പാലപ്പിള്ളി കുണ്ടായിയിൽ ഒറ്റയാനിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. കുണ്ടായി ഇരുമ്പുപാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാന ഇറങ്ങിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.